ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വ്ലോഗ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ളൊരു ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ മരുന്നിൻ്റെ കുപ്പി ഇല്ലാത്ത വീടുകളുണ്ടാവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലേ? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും എപ്പോഴും മരുന്ന് കുപ്പി ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിനെ നമുക്ക് റീയൂസ് ചെയ്യാനുള്ള ഒരു ഐഡിയ കൂടിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മെഴുക് യൂസ് ചെയ്തിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക അല്ലേ? വൈറൽ പൂവ് എന്ന് തന്നെയാണ് അതിന് പറയുന്നത് തന്നെ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് കാണുമ്പോൾ തൊട്ടിട്ട് വിചാരിക്കണതുമാണ്. അപ്പോൾ അത് ഇത്തിരി കളർഫുള്ളായിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ക്യാൻഡിലാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഹാഫാക്കിയിട്ടാണ് എടുക്കുന്നത്. ഓരോ കഷ്ണത്തിൽ ഓരോ കളറ് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ട് മുറിച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇനി ഞാൻ കുറച്ച് ക്രയോൺസാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ റെയിൻബോ ഷെയ്ഡ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കളറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട്, അതായത് തിളച്ച വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളത് ഉരുക്കിയെടുക്കുക, ആവശ്യമുള്ള കളർ ചേർത്തെടുക്കുക. ചൂടുള്ള വെള്ളത്തിൻ്റെ മേലെ തന്നെ വെക്കുക, പെട്ടെന്ന് കട്ടയായി പോകാതിരിക്കാൻ. എന്നിട്ട് വിരലെടുത്ത് ഇങ്ങനെ ഐസ് വാട്ടറിൽ മുക്കിയതിന് ശേഷം നമ്മൾ വാക്സിൽ മുക്കുക. എന്നിട്ട് ഉടനെ തന്നെ അത് നമ്മൾ എവിടെയാണോ പിടിപ്പിക്കേണ്ടത് അവിടെ, ഞാനിപ്പോൾ ബാംബൂ സ്ക്യൂറാണ് എടുത്തിട്ടുള്ളത്, അതിൽ പിടിച്ചിട്ട് പതുക്കെ വിരൽ വിടിച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് ഐസ് വാട്ടറിൽ മുക്കിയിരിക്കണം, എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ നഖം മുഴുവനും മുങ്ങുന്ന രീതിയിൽ ഐസ് വാട്ടറിൽ മുക്കി പിടിക്കുക. എന്നിട്ട് വാക്സിൽ നഖത്തിൻ്റെ പകുതിയോളം മുങ്ങുന്നത് വരെ വാക്സിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ സ്പീഡിൽ തന്നെ പിടിപ്പിക്കാൻ നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു അത് സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ സ്റ്റിക്കിലും പിടിക്കാതിരിക്കും. വാക്സല്ലേ പെട്ടെന്ന് അത് കട്ടയാവും. അപ്പോൾ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആവശ്യമുള്ള അത്രയും സ്ക്യൂവറിൽ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത കളർ എടുത്തിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ വയലറ്റ് ചെയ്തില്ല, അതിൻ്റെ തൊട്ട് മേലെയാണ് ഞാൻ ഈ ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ ഇൻഡിഗോ ഷെയ്ഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓരോ തവണ ചെയ്യുമ്പോൾ, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. ഞാനും ഇത് കാണുമ്പോൾ നല്ല കൗതുകം തോന്നിയിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, എക്സ്പേർട്ടായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോകാം, കുഴപ്പമില്ല, റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുമെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീരും. അപ്പോൾ അത് ശരിക്ക് വരാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. കൈ അത്യാവശ്യം നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് അത് മുഴുവനായിട്ടും, അതായത് നമ്മൾ തണുത്ത വെള്ളം ആവാത്ത സ്ഥലത്ത് വാക്സ് ആവാതിരിക്കാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്നും എളുപ്പത്തിൽ വിട്ടു പോരാതിരിക്കും. അപ്പോൾ നഖം മുഴുവനായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നഖത്തിൻ്റെ ഒരു പകുതി വരെയൊക്കെ മുക്കിയാൽ മതി. അതുപോലെ നമുക്ക് ഏത് വിരൽ കോമ്പിനേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് വലുപ്പം ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ചെറുവിരൽ കൂട്ടിയിട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആവശ്യമുള്ള കളറിന് ക്രയോൺസ് ചേർത്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രീനും ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യെല്ലോ ആണ്. അപ്പോൾ അത് ആവശ്യമുള്ള കളേഴ്സ് എല്ലാം ആവശ്യമുള്ള അത്രയും സ്റ്റിക്കിൽ ചെയ്തെടുക്കുക. എത്ര ബോട്ടിൽ എത്രത്തോളം ബഞ്ചായിട്ട് നമുക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം പൂക്കളുടെ ഒരു കൂട്ടം നമുക്ക് ആവശ്യമുണ്ട്, അതിനനുസരിച്ചിട്ട് വേണ്ട അത്രയും ഒരുമിച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു കളറ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കളറിന് വേണ്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരണ വരെ എല്ലാം പാരലലി ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യുക. ഞാനിത് ഓരോ കളറിനും സെയിം പാത്രമാണ് യൂസ് ചെയ്തതല്ല, അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ, അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റെഡ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തുള്ള ഈ കൂർത്ത ഭാഗത്ത് ഞാനൊരു ബീഡ് വെച്ചിട്ട്, ഒരു വൈറ്റ് പേൾ ബീഡ് വെച്ചിട്ട് ഒന്ന് അവിടെ ടിപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനതിന് ഇത്രയും കൂടെ സ്റ്റിക്കിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളറും കൂടെ ഞാനൊരു ലെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ഒരു ബ്ലൂ ക്രയോണിൻ്റെ പീസ് എടുത്തിട്ട് സെയിം എമൗണ്ട് വാക്സിൽ എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള മരുന്ന് ബോട്ടിലാണ് ഞാനിത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പെയിൻറ്റിങ്, എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അക്രിലിക് കളർ, വൈറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രേ പെയിൻറ്റോ അക്രിലിക് കളറോ എന്താണോ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഒന്ന് വൈറ്റ് കളർ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണ നമ്മൾ വലിയ ബോട്ടിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ബോട്ടിലാട്ടുകൾക്കുള്ള സ്കോപ്പ് ചെറിയ ബോട്ടിലുകളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിലുകളെ നമുക്ക് നല്ല മനോഹരമാക്കിയിട്ട് ഇത് ചെയ്യുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും അതിൽ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ഓരോന്ന് ചെയ്ത് ഓരോ പ്രോഡക്റ്റ് ഉണ്ടായി വരുമ്പോൾ അത് നമുക്കൊരു മനസ്സിനും നല്ല സന്തോഷം, നല്ല റിലാക്സേഷൻ തരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് കോട്ട് എടുത്തിട്ടുണ്ട്, എല്ലാറ്റിൻ്റെയും വൈറ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം
ട്രൈബൽ ആർട്ട് പോലെ എന്തെങ്കിലുമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ റഫായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാക്റ്റ് അതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈനൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ മനസ്സിലുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ട്രൈബൽ ആർട്ട് വളരെ റഫായിട്ടൊന്ന് ഒരു ഔട്ട്ലൈൻ പെൻസിൽ കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം, പെൻസിൽ കൊണ്ട് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രീ ഹാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട്, വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനിലാണല്ലോ അത് കാണാൻ നല്ല ഭംഗി. അപ്പോൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് വളരെ തിന്നായ ലൈനർ ബ്രഷില്ലേ അത് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഇട്ട് ആവശ്യമുള്ള വരകളും ഡോട്ടുകളും എല്ലാം ഇട്ട് ഒന്ന് ഭംഗിയിലാക്കി എടുക്കാൻ പോവുകയാണ് ഈ കുപ്പികളെ.
അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി റെയിൻബോ കളേഴ്സിൽ ഉണ്ടാക്കി വെച്ച നമ്മുടെ വാക്സ് ഫ്ലവേഴ്സിനെ ഞാൻ ഇതിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഈ കൈവച്ച് മെഴുകുപൂക്കൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു കൗതുകമല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ നമ്മൾ ഈ കളയുന്ന പല കുപ്പികളെയും പല സാധനങ്ങളും നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.